ഹേ ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു ഫാൻ ബുക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് എടുത്തിട്ട് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ വിചാരിച്ചു. ഇനി മെയിനായിട്ട് വേണ്ടത് ഒരു പോർട്ടബിൾ മിനി ഫാനാണ്. സോ ഓൾമോസ്റ്റ് ഒരു 300 ബിലോ റേഞ്ചിൽ ഇത് അവൈലബിൾ ആണ്. സോ നമുക്കിത് നമ്മളെ ബ്രൈഡ് തന്നെ സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളതാണ്. അവൾ നമുക്ക് ബ്രൈഡൽ ഡ്രസ്സിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് മാച്ചായി പോകുന്നത് ഒരു വൈറ്റ് തീമാന്ന് കണ്ടുകൊണ്ട് നമ്മളിപ്പം വൈറ്റ് കളർ ഫ്ലവേഴ്സാണ് എടുത്തിട്ടുള്ളത്. മിനി റോസസുള്ള ഒരു ഫ്ലവർ ബഞ്ചും കുറച്ച് ആർട്ടിഫിഷ്യൽ സാൻഡഡ് ഫ്ലവേഴ്സും എടുത്തിട്ടുണ്ട്. ഇതിൽ ഫ്ലവേഴ്സൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്, എന്നാലും അത് പ്രോപ്പറായിട്ട് സ്റ്റിക്കായിട്ട് നിൽക്കുള്ളൂ. ഇനി ഇതിൽ ബഞ്ചിൽ നിന്ന് നമ്മൾ മിനി ഫ്ലവേഴ്സൊക്കെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റാണ്. ഇതിൽ മിനി ഫ്ലവേഴ്സും സാൻഡഡ് റോസസും മിക്സ് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. മിനി ഫ്ലവേഴ്സൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സോ ഇനി അതിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒരു ഡെമോ പോലെ ഫിക്സ് ചെയ്ത് വെച്ച് നോക്കണം. അല്ല, സാൻഡഡ് റോസസിൻ്റെ സ്റ്റെമ്മൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചാൽ നമുക്കത് പ്രോപ്പറായിട്ട് കിട്ടുള്ളൂ. ഇതിലാദ്യത്തെ പണി എന്ന് പറയുന്നത് അതിൽ റിബൺ ചുറ്റിക്കൊടുക്കുക എന്നുള്ളതാണ്. സോ അതിൻ്റെ മേലായിട്ട് ഫാനിൻ്റെ ബട്ടണും ചാർജിങ് പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ അത് കവർ ചെയ്യാണ്ട് വേണം നമുക്കിത് ചുറ്റിക്കൊടുക്കാൻ. അപ്പോൾ ആ പോർഷൻ ഞാൻ വിട്ടിട്ട് ബാക്കിയുള്ള സൈഡിൽ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് റിബൺ ചുറ്റിക്കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ റിബണൊക്കെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഫ്ലവേഴ്സൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഗ്ലൂ ഗൺ ഉപയോഗിച്ചാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. കുറച്ച് പേഷ്യൻസ് വേണ്ട പണിയാണ്. അപ്പോൾ ഓരോ ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്യാൻ കഴിയൂ. എന്നാലേ അത് പ്രോപ്പറായിട്ട് സ്റ്റിക്കായിട്ട് നിൽക്കുള്ളൂ. അതുപോലെ തന്നെ ഫ്ലവേഴ്സൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഫാനൊന്ന് വർക്കിംഗ് ആണോന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. മേ ബി അതിൻ്റെ അകത്തേക്ക് ഗ്ലൂ ഒക്കെ ആയിക്കഴിഞ്ഞാൽ വർക്ക് ആവാണ്ടിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട വർക്കാണ്. അധികം ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് ഫ്ലവേഴ്സൊക്കെ സ്റ്റിക്ക് ചെയ്തെടുത്താലാണ് ബൊക്കെ കൂടുതൽ ഭംഗിയാവുക. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കാം. ഫ്ലവേഴ്സൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ആ ഫ്ലവർ ബഞ്ചിലുള്ള കുറച്ച് ലീവ്സൊക്കെ കട്ട് ചെയ്ത് ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ അതിൽ കുറച്ച് വലിയ ലീവ്സൊക്കെ കട്ട് ചെയ്ത് വെച്ച് നോക്കി. സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ബട്ട് എനിക്കത് അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്ത് അതിലേക്ക് ഒരു സ്മോളായിട്ടുള്ള ലീവ്സൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നിയത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഐ തിങ്ക് ആ വലിയ ലീവ്സൊക്കെ വെച്ചതിനേക്കാൾ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയത് ഇപ്പോൾ ആ ചെറിയ ചെറിയ ലീവ്സൊക്കെ വെച്ചപ്പോഴാണ്. നിങ്ങൾക്കും ഫൈനൽ ലുക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഓൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.